Hey guys, this is Akshay and welcome back to Akshay Talks. By the way, happy Vishu to all. And so ഇന്ന് നമുക്ക് ആദ്യം തന്നെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ നിന്ന് തുടങ്ങാം. രാവിലെ എണീറ്റു, കണി കണ്ടു, പിന്നെ കുളിച്ചു, പിന്നെ ഇപ്പോൾ റെഡി ആവാൻ പോകണം. ഞാൻ കുറച്ച് നേരത്തെയാണ് റെഡി ആവുന്നത്. പിന്നെ ആദ്യം നമ്മൾ സാധാ എഴുതുന്ന ഐലൈനറാണ് ഞാൻ എഴുതാൻ പോയത്. പക്ഷേ ഞാൻ വിചാരിച്ചു നമുക്കത് മോയ്സ്ചറൈസർ വേണമല്ലോ. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ വാരി പൊത്തി, പിന്നെ ഐലൈനർ ഇട്ടു. പിന്നെ ഞാൻ ഇന്ന് ചെയ്ത് നല്ല തിരിഞ്ഞു പോകും. ഞാൻ ആദ്യം ഐലൈനർ എഴുതാൻ പോയി വീണ്ടും. പിന്നെ ഐ ഷാഡോ കുറച്ച് വാരി പൊത്തി, കുറച്ച് കാണാൻ പോലും ഇല്ല, അത്രേ ഉള്ളൂ, ഇച്ചിരി ഒന്നിട്ടു. പിന്നെ ഇപ്പോൾ ഐലൈനർ എഴുതിക്കോളാൻ വയ്യ, അത്രയും കുറേ വട്ടം ഐലൈനർ എഴുതാൻ പോയി അതിനു മുമ്പ്. ഐലൈനർ കൊണ്ട് പൊട്ടു ഇട്ടു. പിന്നെ ഇത് ഐബ്രോ പെൻസിലാണ്, അതിൻ്റെ പുറകെ തന്നെ ഉള്ളൂ. അത് വെച്ച് ഐബ്രോസും വരച്ച്, പിന്നെ ഐബ്രോസ് അതിൽ തന്നെ വെച്ച് ബ്രഷ് ചെയ്യാൻ ഉള്ള സാധനമുണ്ട്. പിന്നെ ഞാൻ കോമ്പാക്റ്റ് ഇടാൻ മറന്നു. എന്തെങ്കിലുമൊക്കെ മറക്കുമെന്ന് എനിക്കറിയാം. കോമ്പാക്റ്റ് ഇടാൻ മറന്നുപോയി. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വലിയ കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അടുത്ത നമ്മളുടെ ബ്ലഷ് ഇട്ടപ്പോൾ കുറച്ച് അധികം കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. പക്ഷെ അധികം കാണുമ്പോൾ ഇതിനകത്ത് തോന്നുമ്പോൾ അത്ര തോന്നുന്നില്ല, പക്ഷെ കുറച്ച് കൂടിയായിരുന്നു. പിന്നെ നമ്മൾ ലിപ് ബാം ഇട്ടു. ആദ്യം ലിപ് ബാം ഇടണം ഗൈസ്, എന്നിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടാൻ പാടുള്ളൂ. ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു, എനിക്ക് ഒരാൾ പറഞ്ഞു തന്നതാണ്, ഒരു ചേച്ചി പറഞ്ഞു തന്നതാണ്. അപ്പോൾ നമ്മൾ ലിപ് ബാം ഇട്ടു. പിന്നെ ഈ ലിപ്സ്റ്റിക്ക് ഇട്ടു. പിന്നെ ഞാൻ വേറൊരു ലിപ്സ്റ്റിക്ക് കൂടെ മിക്സ് ചെയ്താണ് ശേഷം ഞാൻ എല്ലാം വീഡിയോയിലും പറയാറുണ്ട്, വേറൊരു ലിപ്സ്റ്റിക്ക് കൂടെ മിക്സ് ചെയ്താണ് ഇടാറുള്ളത്. അത് ചില സമയത്ത് പല ലിപ്സ്റ്റിക്കുകളാണ്. റെഡിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് ഞാൻ ഇടും, അപ്പോൾ അധികം തോന്നില്ല, പക്ഷെ കുറവായിട്ടും തോന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടു. അപ്പോൾ ഇപ്പോൾ റെഡി ആയി, അത്യാവശ്യം മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഒരു ജുംക്ക ഇടാം, കുറേ ആയിട്ട് ജുംക്ക ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്കൊരു ഗോൾഡൊക്കെ ഊരി വെച്ച് എന്നിട്ട് നമുക്ക് ജുംക്ക ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. ഇത് ചെവിയുടെ കെഴുത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ക്യാമറ നോക്കിയിട്ട് ചിലപ്പോൾ ഞാൻ പിന്നെ വീണ്ടും വെറുതെ പോയിട്ട് അത് ഇട്ടിട്ട് വന്നു. പിന്നെ ഇത് ഗോൾഡിൻ്റെ ഒരു നെക്ലേസാണ്. ഇത് ഞാൻ ഇട്ടിരുന്ന സാധനം ഊരിയില്ല, അതിൻ്റെ പുറത്തോട്ട് തന്നെ അത് ഇട്ട് കൊടുത്തു. കുറച്ച് കഴിയുമ്പോൾ ഞാൻ അത് ഊരി വെക്കുകയും ചെയ്തു. എൻ്റെ കല്ലുകളൊന്നും പോകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ മുടിയൊന്നും ചെയ്തില്ല, അഴിച്ചിട്ടു, അത്ര തന്നെ, വേറൊന്നും ചെയ്തില്ല പ്രത്യേകിച്ച്. ഞാൻ പിന്നെ കുറച്ച് പട്ടിഷോ കാണാം. പക്ഷേ ഇപ്പോൾ നാട്ടിലോട്ടൊക്കെ വിളിച്ചു. എന്നിട്ടിപ്പം കിച്ചണിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. നന്ദിനിക്ക് ക്ലാസ് ഉണ്ട്, ഹോളിലിരുന്ന് നന്ദിനി ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കിച്ചണിലാണ് നിന്ന് സംസാരിക്കുന്നത്, ഹോളിലോട്ട് പോയില്ല. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു. അതും ഞാൻ രാവിലെ 8 മണിക്ക് ഇട്ട ഡ്രസ്സ് ഞാൻ വീണ്ടും ഫുഡ് കഴിക്കാറായത് വീണ്ടും ഊരിയിട്ടു. പിന്നെ വീണ്ടും കയറ്റിയിട്ടു. പിന്നെ ധാവണി കൊടുത്തു. അത് വെച്ച് ഭയങ്കര പരിപാടികളായിരുന്നു. അത് ഇട്ടുകൊണ്ടിരിക്കാൻ വയ്യ, കുത്തും അത് കിടന്ന്. അത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, അത് കുത്തുന്നുണ്ടായിരുന്നു. പിന്നെന്താ, ഞാൻ ഇത് കഴിച്ചു, ചപ്പാത്തിയും മുട്ടക്കറിയും കഴിച്ചു. വേറൊന്നും ചെയ്യുന്നില്ലായിരുന്നു. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കണം. പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വലിയ കാര്യത്തിൽ ഞാൻ സദ്യ കഴിക്കുന്ന എടുത്തില്ല, ഡിന്നർ കഴിക്കുന്ന എടുത്തില്ല, മെയിനായിട്ടുള്ളൊരു പരിപാടി ഞാൻ എടുത്തിട്ടില്ല. ഇതും ഞാൻ കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്തു. വെളിയിലൊക്കെ പോയി ഞാൻ നടുറോട്ടിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ കുറച്ച് മൗണ്ടൈൻ ഡ്യൂ ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ അത് കുടിച്ചുകൊണ്ടിരുന്ന് ഞാൻ ഈ നടന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉള്ളതുകൊണ്ടാണ് ഇത് ചെയ്യാത്തത്. പിന്നെ ഫ്രണ്ട്സ് വന്നു, മിന്നും ചിന്നും വന്നു. പിന്നെ ക്യാമറ കാണിക്കുമ്പോഴത്തേക്കും ചിന്നു പോസ്റ്റൊക്കെ ചെയ്യാൻ തുടങ്ങി. മിന്നു നമസ്തേ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ഒരു മാന്യത അവിടെ കാണിക്കുക. പക്ഷെ അങ്ങനെയൊന്നുമല്ല ഗൈസ്, അത് ഇത്രയൊന്നുമില്ല. കുറച്ച് നേരം അവിടെ വീഡിയോ കണ്ടു കഴിഞ്ഞ് തീരുമാനം. ഇപ്പം ഞാൻ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരിവിടെ ഉണ്ട്, അതാണ് ഞാനിങ്ങനെ ചിരിക്കുന്നത്. കിച്ചു. പിന്നെ രാത്രിയായി, വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഉപ്പും മുളകൊക്കെ കണ്ടുകൊണ്ടിരുന്നതായിരുന്നു. പിന്നെ ഞാൻ എന്തോ കാര്യത്തിന് പോയായിരുന്നു. ഞാൻ കിച്ചനുള്ള ഗിഫ്റ്റ് മേടിക്കാൻ പോയി. കിച്ചൻ്റെ ബർത്ത്ഡേ ആണ് അടുത്ത ദിവസം.
കിച്ചനുള്ള ഗിഫ്റ്റ് മേടിച്ചു. പിന്നെ കുറച്ച് ബലൂൺ വീർപ്പിച്ചു. ചെറിയ ബലൂൺ വീർപ്പിച്ചിട്ട് ഇവിടെ വായയുടെ സൈഡെല്ലാം വേദനിച്ചുകൊണ്ട് പിന്നെ ഞാൻ ഇടയ്ക്ക് നിർത്തി. കിച്ചു ചുമ്മാ ചോദിക്കുമല്ലോ, ഒരു ബലൂണും വീർപ്പിച്ചില്ല കിച്ചു. എന്ന് 2-3 ബലൂൺ വീർപ്പിച്ചല്ലേ, 2-3 ബലൂൺ വീർപ്പിച്ചു, അല്ലാതെ കിച്ചു ഒന്നും വീർപ്പിച്ചില്ല. ഭയങ്കര ഉടായിപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ ഇത്രയും ബലൂണാണ് ഇന്നലെ വീർപ്പിച്ചത്. ഇന്ന് പിന്നെ കുറച്ചധികം ബലൂൺ വീർപ്പിച്ചത് ഞാൻ അടുത്ത ദിവസമാണ് സോറി. അപ്പോൾ ശരി, ടാറ്റാ.